ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:10 നമ്മൾ വായിക്കണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ഇറ്റ്സ് എ കണ്ടീഷണൽ ഇതിനകത്ത് കർത്താവിൻ്റെ സ്നേഹത്തിന് എന്തുകൊണ്ട് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ നമുക്ക് പരിശോധിക്കുമ്പോൾ പിടികിട്ടും. നമ്മൾ പലപ്പോഴും കർത്താവിനെ വേദനിപ്പിക്കുക, അല്ല അനുസരിക്കുന്നില്ല. നമ്മൾ കർത്താവെ വിളിക്കുന്നതേ ഉള്ളൂ, കർത്താവ് പറയുന്ന കാര്യമൊന്നും അനുസരിക്കുന്നില്ല, വിട്ടുകളയുന്നില്ല. നമുക്കെപ്പോഴും, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു, നമുക്കെപ്പോഴും ആ റിസീവിങ് എൻഡ് നിൽക്കാനാണ് ഇഷ്ടം. കർത്താവ് എനിക്കത്, എനിക്കിത്, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് അത് തന്നു, ഇത് തന്നു. ഞാൻ കർത്താവിന് വേണ്ടി എന്ത് വിട്ടുകൊടുത്തു. ഇന്നലെ ഞങ്ങളൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു. അവിടെ ഒരു ദൈവവാസന വളരെ സിമ്പിൾ, അത് MA ലിറ്ററേച്ചർ എടുത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് കാണും ഒരു പെയർ ഡ്രസ്സുകളെന്ന് ഞാൻ അറിഞ്ഞു. ബാക്കിയെല്ലാം വിറ്റ് അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അദ്ദേഹം പറയാം, അബ്രാമിനെ ആദ്യമേ ദൈവം വിളിക്കുമ്പോൾ അബ്രാമിന് പറഞ്ഞു, എന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അയക്കാം. അപ്പോൾ അബ്രാമിൻ്റെ പ്രതീക്ഷ കിട്ടും. ദൈവത്തിൽ നിന്ന് വലിയൊരു വാഗ്ദാനം പ്രാപിച്ച് പാലും തേനും ഒഴുകുന്ന ദേശം എനിക്ക് അവകാശമായിട്ട് തരും. അതിനുശേഷം അബ്രഹാം പരിച്ഛേദനയൊക്കെ സ്വീകരിച്ചു, കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയും, നിൻ്റെ മകൻ ഇസഹാക്കിനെ എനിക്ക് ബലിയർപ്പിക്കുക. അപ്പോൾ അബ്രഹാം റെഡി. ഒരു ചോദ്യവും ഒരു പറച്ചിലുമില്ല, ഇതാ കർത്താവെ ഞാൻ റെഡി. അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ആ റിസീവിങ് എൻഡില്ല, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം മാത്രം നമ്മുടെ ലക്ഷ്യം. കർത്താവ് പലപ്പോഴും നമ്മളോട് പലതും ആവശ്യപ്പെടുന്നുണ്ട്. ഡു യു റിയലി ലവ് മീ? അങ്ങനെയാണെങ്കിൽ ഇസഹാക്കിനെത്താം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും വിലയേറിയത് നീ വേണ്ടെന്ന് പറ്റും. നമ്മൾ സൗകര്യപൂർവ്വം ഇസഹാക്കിനെ മറച്ചു പിടിച്ചേച്ച് പറയും, കർത്താവ് ഇത് വെച്ച് വേറെ എന്ത് ചോദിച്ചാലും ഞാൻ തരും. കർത്താവ് വേണ്ട, വേറൊന്നും വേണ്ട, ഇതാ വേണ്ടത്. കാരണം ഇതെന്നെ കർത്താവുമായിട്ട് അകറ്റുന്നുണ്ടെന്നാണ് കർത്താവ്. ഇസഹാക്കിന് ആരാ കൊടുത്തത്? കർത്താവ്. അപ്പോൾ കർത്താവ് നോക്കുന്നത്, അന്ന് ഇസഹാക്ക് വരുന്നതിന് മുമ്പേ ഒന്നാം സ്ഥാനം എനിക്കായിരുന്നു. അബ്രാഹത്തിനെ സംബന്ധിച്ചോളം ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുക. ഇപ്പം ഞാൻ അവന് ഇസഹാക്കിനെ കൊടുത്തു, മകനെ കൊടുത്തു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം എന്നെയും അവനെയും തമ്മിൽ അകറ്റുന്നുണ്ടെന്നുള്ള കർത്താവ് വേർന്നുവൻ. ഞാൻ പറഞ്ഞാലും നമ്മുടെ യഥാർത്ഥമായ ആത്മീയതയുടെ അളവുകൾ എന്ന് പറയുന്നത് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വി ലവ് ലോർഡ്. ഏതളവ് വരെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ സാധാരണ അബ്രാഹ്സാണ് നമ്മളാണെങ്കിൽ നമ്മൾ പറയും, ഇല്ല ഇസഹാക്കിനെ വിട്ടുവരാൻ പറ്റില്ല, കാരണം ഇസഹാക്ക് എൻ്റെ മകനാണ്. വാസ്തവത്തിൽ ഒരു എന്താ പറയുക, തലമുറയില്ലാതെ ഭാരപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന അബ്രാമിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ഇസഹാക്ക്. ഇപ്പോൾ അവൻ പറയാണ്, ഇതെൻ്റെ. പലപ്പോഴും നമ്മളിങ്ങനെയാണ്, കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കർത്താവ് തന്നാൽ നിങ്ങൾ മറക്കും, നമ്മുടേതാണ്. സമ്പത്ത്, ജോലി, ആരോഗ്യം, സൗന്ദര്യം, കുടുംബം, പാരമ്പര്യം, ഇതെല്ലാം കർത്താവ് തന്നതല്ലേ. പക്ഷെ ഇത് നമ്മൾ നമ്മുടേതാക്കിയിട്ട് നമ്മൾ കർത്താവിൻ്റെ സ്ഥാനം അങ്ങ് ചെറുതാക്കും. കർത്താവിനുണ്ടായിരുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് നമ്മുടെ ഈ അനുഗ്രഹങ്ങളെ അപ്പോൾ നമ്മൾ ഈ അനുഗ്രഹം നമുക്ക് തെറ്റാണെന്നൊക്കെ അറിയാം. പക്ഷേ ഈ കുറ്റബോധം മാറാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കും, അല്ലെങ്കിൽ സാക്ഷ്യം പറയും, ഈ ജോലി എനിക്ക് കർത്താവ് തന്നതാണ്, എനിക്കിന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്രയും സാലറി എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ബിസിനസ് ഞാൻ വോളിയം ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാം കർത്താവിന് മഹത്വം. അതിന് മുമ്പ് എനിക്കൊന്നുമില്ല. നമ്മുടെ കുറ്റബോധം മാറാവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് കർത്താവ് അങ്ങ് വലിയ പ്ലീസ്ഡ് ആവുന്ന ചിന്തയിൽ പലരുടെയും വിചാരം, ഒരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പ്ലീസ്ഡായി, ബാക്കിയൊന്നും ഇനി കുഴപ്പമില്ല, നമ്മൾ പ്രേയറിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പോകുമ്പോൾ നമ്മൾ സാക്ഷ്യം പറയും. ഈ തരത്തിലുള്ള സാക്ഷ്യം കർത്താവ് വലിയ താല്പര്യമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ശൈശവാവസ്ഥ കൊണ്ട് നമുക്ക് തോന്നുന്ന, നമ്മൾ സ്പിരിച്വലി ഒരു ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ സാക്ഷ്യം കൊണ്ട് കർത്താവ് ഇമ്പ്രസ്ഡ് ആവുന്നത്. വെറുതെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മൾ കർത്താവിനെ എത്രയും സ്നേഹിക്കുന്നുണ്ട്. ശരി, നീ ജോലി പറഞ്ഞു, കർത്താവ് എനിക്ക് ജോലി തന്നു, എനിക്ക് നമ്മൾ കർത്താവിനുള്ള സ്നേഹം വർദ്ധിച്ചോ? കർത്താവിനോട് വേണ്ടിയിട്ട് നമ്മൾ സ്പെയർ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി? കൂടുതൽ സമയം നമ്മൾ കർത്താവിനോട് ചിലവഴിക്കാൻ പറ്റി? അതോ ഉള്ള സമയം അവിടെ കളഞ്ഞു? അപ്പം നമ്മുടെ ലക്ഷ്യമുണ്ടായി, അനുഗ്രഹമാണോ കർത്താവിനുള്ള സ്നേഹമാണോ? അതാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഇനി പറയാം, എൻ്റെ കൽപ്പന, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്ന് പറയാം. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ അത് ഏറ്റവും വലിയ കൽപ്പന അതാണ്. ഒന്ന് നമുക്കറിയാം,
ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുക. 2, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ കർത്താവിനെ അനുസരിക്കുക എന്ന് പറയുകയും കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുകയും കൂടെയുള്ള എല്ലാവരോടെല്ലാം പിണങ്ങി വഴക്കുണ്ടാക്കി നടക്കുകയാണല്ലോ. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഐ ലവ് യു പറഞ്ഞാലോ, ഞാൻ കർത്താവായിട്ട് വളരെ അടുപ്പമാണ്, ഞാൻ അങ്ങ് ക്ലെയിം ചെയ്യുകയും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, അവരോടെല്ലാം വഴക്കും പിണക്കമാണെങ്കിൽ എനിക്ക് തന്നെ കർത്താവിൻ്റെ സ്നേഹിതനാണെന്ന് പറയാൻ പറ്റുന്ന എങ്ങനെയാണ്? കർത്താവായിട്ട് ഞാൻ അടുത്ത ബന്ധം ഞാൻ മാത്രം പറയത്തുള്ളൂ, കർത്താവ് പറയുമോ? പത്രോസ് പറഞ്ഞ് കർത്താവ് നീ എല്ലാം അറിയുന്നല്ലോ. അപ്പോൾ കർത്താവ് പറയാം ഞാനൊന്നും അറിയുന്നില്ലെന്നായിരിക്കും നമ്മളോടുള്ള മറുപടി. എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഞാനൊന്നും സെൻസ് ചെയ്തില്ല. നീ പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കാരണം ഞാനൊന്നും കാണുന്നില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. ശരിക്കും നമ്മൾ തിരിച്ചറിയണം, നമ്മൾ വാസ്തവത്തിൽ റിയലി ഫ്രം അവർ ഹാർട്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ക്രിസ്തീയ ജീവിതം കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ റിഫ്ലക്ഷനാണോ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണോ? കർത്താവിനുള്ള അനുസരണമാണോ എൻ്റെ ക്രിസ്തീയ ജീവിതം? എൻ്റെ ഈ പ്രവൃത്തിയിൽ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? ഞാൻ പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്നത് കർത്താവിനെ ഭയന്നിട്ടാണോ, അല്ലെ നരകത്തിൽ പോകുന്നത് പേടിച്ചിട്ടാണോ, അല്ലെ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടാണോ, ഈ ഭൂമിയിൽ അനുഗ്രഹം തടസ്സപ്പെടുന്നത് പേടിച്ചിട്ടാണോ, അതോ കർത്താവിന് വേദനയാണ്, കർത്താവിന് ദുഃഖമാണ്, കർത്താവിനെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു, കർത്താവ് എന്നെ അധികം സ്നേഹിക്കുന്നു, കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജഡ്ജ് യുവർ സെൽഫ്. കർത്താവിന്